കപ്പലിൽ ബ്രേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചവരോട് കപ്പലിന്റെ ബ്രേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്കൊന്നും ചവിട്ടിയിട്ട് നിർത്താൻ പറ്റില്ല. ഒരു വണ്ടി മുന്നിക്ക് അടി അല്ലെങ്കിൽ ഒരു കപ്പൽ മുന്നിക്ക് ചാടി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കപ്പലിൽ ചവിട്ടി നിർത്താൻ പറ്റില്ല. കാരണം കപ്പലിൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സംഭവമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് അത്രയും നാവിഗേഷനും കാര്യങ്ങളും നമ്മൾ വാച്ച് ചെയ്ത് പോണ ഇതുകൊണ്ടാണ്. കാരണം നമുക്ക് മൈലുകളോ ദൂരത്തിൽ നമ്മൾ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റഡാറിൽ കാണാം. നമ്മളനുസരിച്ച് തിരിഞ്ഞ് പോകുന്നതാണ്. ഇൻ കേസ് ഇനി നമുക്ക് പെട്ടെന്ന് നിർത്തണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ മുന്നിൽ പെട്ടെന്ന് ഒരു മൂവിങ് ഉണ്ട്, നമുക്ക് നിർത്തണം, എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് സ്പീഡ് കുറക്കാൻ പറ്റില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ എടുത്ത് എഞ്ചിൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളെ കപ്പൽ ഓടുന്നത് ഹെവി ഫ്യൂവൽ ഓയിലാണ്. ഡീസലിൽ ഓടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് സ്പീഡ് കുറക്കുക. അതായത് ഓപ്പൺ സീയിൽ നമ്മളെ കപ്പൽ ഓടുക ഹെവി ഫ്യൂവൽ ഓയിലാണ്. കരയ്ക്ക് കിടക്കുമ്പോൾ, അതായത് പോർട്ടിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ സർവീസിലേക്ക് മാറ്റും, അതായത് ഡീസലിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പോവാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് സ്പീഡ് അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കുറക്കണം, പെട്ടെന്ന് ബ്രേക്ക് വിട്ടണം എന്നൊക്കെ പറയാം. സ്പീഡ് കുറക്കണം എന്നുണ്ടെങ്കിൽ എഞ്ചിൻ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കുറക്കണം എന്നുള്ളത് അവരോട് പറയാം. അപ്പോൾ അവരെന്ത് ചെയ്യും, നേരെ ഹെവി ഫ്യൂവൽ ഓയിൽ നിന്നും ഡീസലിലേക്ക് മാറ്റും എഞ്ചിന്. അത് ഡീസലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവർ വീണ്ടും റിപ്പോർട്ട് ചെയ്യും. അപ്പോഴേക്ക് ഒരു 5 മിനിറ്റ് കഴിയുമെന്ന് കുട്ടിക്കോ, ടൈം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മുന്നിലൊരാൾ അല്ലെങ്കിൽ ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കുറക്കേണ്ട പ്രൊസീജിയർ നമ്മൾ എഞ്ചിൻ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു. അവർ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും 5 മിനിറ്റ് ആയി, അതായത് ഡീസൽ ഇട്ടു. എന്നിട്ട് നമ്മൾ പോകുന്നത് അതായത് ഫുൾ ഹെഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 12 നോട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് കുറക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഹാഫ് ഹെഡ് കൊടുക്കണം. ഹാഫ് ഹെഡ് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയും. അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും സ്ലോ ഹെഡിലോട്ട് കൊടുക്കണം. അപ്പോൾ വീണ്ടും ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയും. സ്ലോ ഹെഡ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഡ് സ്ലോയിലേക്ക് വരും. ഡെഡ് സ്ലോ ആണ് നമുക്ക് ഏകദേശം സ്പീഡ് കുറയണം. അതായത് ഡെഡ് സ്ലോയിൽ ഇടുമ്പോഴേക്ക് ഏകദേശം ഒരു 2 നോട്ട് 3 നോട്ടൊക്കെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എഞ്ചിൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം, ന്യൂട്രൽ എന്നൊക്കെ പറയാം, ന്യൂട്രലിലേക്ക് ആക്കുക എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആസ്റ്റൻ സ്ലോ ഹെഡിലോട്ട് ഇടണം. ആസ്റ്റൻ സ്ലോ ഹെഡിലോട്ട് മീൻസ് നമ്മൾ പീച്ചെ മൂടി അടിക്കുക എന്ന് പറയും. അതായത് പ്രൊപ്പലർ തിരിഞ്ഞ് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ പതിയെ കപ്പൽ നിൽക്കാൻ തുടങ്ങും. കപ്പൽ അങ്ങനെ നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുന്നിൽ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഡ് സ്ലോയിലോ അല്ലെങ്കിൽ ഒന്നുകൂടെ ആസ്റ്റൻ സ്ലോ ഹെഡിലോട്ട് നമുക്ക് ഇട്ടിട്ട് കപ്പൽ സ്പീഡ് കുറക്കാം. ഇനി അതല്ല പെട്ടെന്ന് ഇടണം എന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. എഞ്ചിൻ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ സർവീസിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഫുൾ ഹെഡിൽ നിന്നും ഹാഫ് ഹെഡിലേക്ക് മാറ്റുക, സ്ലോ ഹെഡിലേക്ക് മാറ്റുക. ഏകദേശം ഒരു 3-2 നോട്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നങ്കൂരം ഇടാം, അല്ലെങ്കിൽ ആങ്കർ ഇടാം. ഈ 2 പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ കപ്പലിന്റെ ബ്രേക്ക് ആയിട്ട്. അപ്പോൾ ഏറെക്കുറെ ഇതാണ് നമ്മുടെ കപ്പലിന്റെ ബ്രേക്കിന്റെ വിശേഷം. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ റാഷിഖ് ദ സെയിലർ. ബൈ.